ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുന്ന നാരായണൻ നമ്പൂതിരിയുണ്ട്. നാരായണൻ നമ്പൂതിരി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു VSSCയുടെ. VSSCയിലെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത നിരവധി പദ്ധതികൾ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ വിഷയത്തിലുമെല്ലാം തന്നെ ആഴത്തിൽ അറിവുള്ള കുറേ അറിവ് നമ്മളോട് പങ്കുവയ്ക്കാൻ തയ്യാറായി തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ സാറിനോട് ഞാൻ എൻ്റെ അപ്പോളജി അറിയിക്കുകയാണ്. കാരണം തിരക്കേറിയ നിമിഷങ്ങൾ കടന്നുപോയതുകൊണ്ട് താങ്കളിലേക്ക് വരാൻ വൈകിപ്പോയി. എന്തു തന്നെയായാലും ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ ഗഗൻയാൻ്റെ സാധ്യതകൾ നമുക്കറിയാവുന്നതാണ്. നേരത്തെ പലതവണ നമ്പിനാരായണനായാലും അതുപോലെ തന്നെ മഹാശാസ്ത്രജ്ഞന്മാർ പലരും പറഞ്ഞിരുന്ന ബെഞ്ച് മാർക്കിംഗ് സംവിധാനങ്ങൾ, അതായത് ഒരു നേട്ടത്തിൻ്റെ ശേഷി എത്ര കണ്ടുണ്ട് എന്ന് തെളിയിക്കാൻ സാധ്യമാകുന്നു എന്നത് ഈ ഗഗൻയാൻ പോലുള്ള അല്ലെങ്കിൽ ചന്ദ്രയാൻ പോലുള്ള നമ്മളുടെ ദൗത്യങ്ങളിലേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അത്തരത്തിൽ ഈ ഗഗൻയാൻ ദൗത്യം നമ്മൾ ബഹിരാകാശത്തേക്ക് 4 പേരെ അയക്കാൻ തയ്യാറാക്കി ഇന്ന് ലോകത്തിന് മുന്നിൽ അവരെ കാണിച്ചു കൊടുത്തിരിക്കുന്നു ഭാരതം. ഈ ഒരു സാഹചര്യത്തിൽ ഗഗൻയാനിൻ്റെ പ്രസക്തി എത്ര കണ്ടുണ്ട്, എന്താണ് അത് സാങ്കേതിക രംഗത്ത് ISRO പോലുള്ള അല്ലെങ്കിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇത്രയും ആഴമായ ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിൻ്റെ സാങ്കേതിക തികവിനെ അതെങ്ങനെയാണ് തെളിവാകുന്നത്? അതെ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ പ്രയത്നങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലോകരാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കിയ ആ കാലഘട്ടത്തിൽ ചെറിയ സൗണ്ടിങ് റോക്കറ്റ് വിക്ഷേപണത്തോടെ നമ്മൾ തുമ്പ കടൽ തീരത്ത് തുടങ്ങിയ ആ ബഹിരാകാശ സംരംഭങ്ങൾ ഇന്നിപ്പോൾ റോക്കറ്റ് ടെക്നോളജിയിലും ഉപഗ്രഹ നിർമ്മാണ സാങ്കേതിക വിദ്യയിലും അതുപോലെ ഉപഗ്രഹങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ള സ്പേസ് ആപ്ലിക്കേഷൻ രംഗത്തും ഒക്കെ നമ്മളിപ്പോൾ ഒരു ലെവൽ ഓഫ് മെച്യൂരിറ്റി നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ റോക്കറ്റ് ടെക്നോളജി എന്ന് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ ഹൈലി കോംപ്ലക്സ് ടെക്നോളജി, മൾട്ടി ഡിസിപ്ലിനറി ടെക്നോളജി, ആസ് നമ്പിനാരായൺ സർ ടോൾഡ് ആൻഡ് C. Radhakrishnan sir also highlighted about telemetry system. So many multidisciplinary engineering technologies have to work in synchronism, that is mechanical system design, aerodynamic design, avionics, electronics design and hardware, software development, onboard software, onboard computer technology. ഇങ്ങനെ നിരവധി ടെക്നോളജിയുടെ ഒരു അമാൽഗമേഷനാണ് ഈ റോക്കറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഉപഗ്രഹം എന്ന് പറയുന്നതും. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹ വിക്ഷേപണം അത് പോളാർ ഓർബിറ്റിലേക്ക് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സിൻ്റെ നിർമ്മാണം, അതിനെ വിന്യസിപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കൊണ്ട് ഈ ഭൂമിയിലെ റിസോഴ്സസിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ കാലാവസ്ഥ, അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളൊരു ലെവൽ ഓഫ് മെച്യൂരിറ്റി എത്തി. അതുപോലെ തന്നെ ജിയോ സിങ്ക്രണസ് ഓർബിറ്റിലേക്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുക, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസിങ് ദാറ്റ്, അതുപോലെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ആൾസോ വി ഹാവ് ഡെവലപ്ഡ്. പക്ഷേ ഇനി ഗഗൻയാനിലേക്ക് വരുമ്പോൾ ദിസ് ഈസ് വൺ ഏരിയ വേർ വി ഹാവ് യെറ്റ് ടു പ്രൂവ് ദ ടെക്നോളജി. അപ്പോൾ ഇന്നിപ്പോൾ ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒരു ഗ്യാപ്പ് ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് എന്നുള്ളത്. അതിൽ ഇന്നിപ്പോൾ ഈ ഒരു എഫർട്ട് ഇപ്പോൾ നടക്കുന്നത് ആ ഒരു മേഖലയിലും കൂടെ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവാനുള്ള എഫർട്ടാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ വളരെ പ്രാധാന്യം കൊടുത്ത് എല്ലാ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വർക്ക് ചെയ്യുന്ന സെൻറ്റേഴ്സും കൂടെ യോജിച്ച് വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടെ നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടെക്നോളജി കൂടെ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ആൾമോസ്റ്റ് ഒരു വൻ ശക്തികൾക്കൊപ്പം തന്നെ ആയി എന്ന് നമുക്ക് പറയാം. കാരണം ഇതിന് കുറേയധികം ആപ്ലിക്കേഷൻ ഉണ്ട്. കാരണം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസിലേക്ക് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവലേഴ്സിന് അയക്കേണ്ടതുണ്ട്. അതുപോലെ അതിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഫെറി ആയിട്ട് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ലോട്ട് ഓഫ് കമേഴ്ഷ്യൽ സ്കോപ്പ് ആൾസോ ഈസ് ദെയർ. സോ ആ മേഖലയിലൊക്കെ ബഹിരാകാശ വാണിജ്യ രംഗത്തും കൂടെ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറാൻ ഈ ഗഗൻയാൻ സാങ്കേതിക വിദ്യ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കമ്പയർഡ് ടു റോക്കറ്ററി ആൻഡ് സാറ്റലൈറ്റ് ടെക്നോളജി ഹിയർ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻവോൾവ്. സോ സ്പെസിഫിക്കലി ന്യൂ ടെക്നോളജീസ് ഹാവ് ടു ബി ഡെവലപ്ഡ്. സ്പെസിഫിക്കലി ദി എൻവറോൺമെൻറ്റൽ ആൻഡ് ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം, ഈ
BCLSS സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം ബഹിരാകാശത്ത് നമുക്കറിയാം അവിടെ ഈ ഭൂമിയിലുള്ള മാതിരിയുള്ളൊരു അവസ്ഥയല്ല. അപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേണം, ഓക്സിജൻ വേണം, പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്സിജൻ, നൈട്രജൻ, ആൾ ദോസ് തിങ്സ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ക്രൂ മോഡ്യൂൾ. അതുപോലെ സ്പേസ് സ്യൂട്ട് ടെക്നോളജി. സോ ആൾ ദീസ് ടെക്നോളജീസ് ആർ ന്യൂ ടെക്നോളജീസ് ആൻഡ് through this Gaganyaan project, India is getting all these things are getting developed in a self-reliant manner, in an indigenous manner here itself, and so that way all the areas, especially space tourism കുറിച്ച് പറഞ്ഞു, space tourism also a lot of commercial potential is there. So ഇത്തരം മേഖലകളിലേക്കൊക്കെ ഒരു വഴി തുറക്കുന്ന വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഗഗൻയാൻ പ്രോജക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായും ഏറെ ജ്ഞാനപ്രദമായ വിവരങ്ങളാണ് താങ്കൾ പങ്കുവച്ചത് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും സി രാധാകൃഷ്ണൻ ലൈനിൽ തുടരുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾക്ക് കേൾക്കാമോ ഡോക്ടർ സി രാധാകൃഷ്ണൻ? കേൾക്കാം. ഓക്കെ, ഇനിയും വിഷയത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഇത് ചന്ദ്രനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി വളരെ പ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയുണ്ടായി. അത് ഏറെ ആകർഷകമായും സന്തോഷകരമായും ഒക്കെ തോന്നുന്നുണ്ട് ശാസ്ത്രോദ്യോഗികൾക്ക് എന്ന് നമുക്ക് ചർച്ചകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനും സാധിച്ചിരുന്നു. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ചന്ദ്രനിലേക്ക് ഇനിയും നമ്മൾ പോകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ആ പോകുന്നത് അല്ലെങ്കിൽ ഇനിയുള്ള 1-2 ചന്ദ്രയാൻ ദൗത്യങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രനിലേക്കുള്ള യാത്രയോടെ ചന്ദ്രനിൽ നിന്നുള്ള സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവരാനുള്ള ആ സംവിധാനം ഒരുക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോബ് നിക്ഷേപിച്ചതിന് ശേഷം അത് തിരിച്ചു വരുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ് ചന്ദ്രൻ്റെ പ്രതലത്തിലെ താപനില ഭാരതം ആദ്യമായി വളരെ കൃത്യമായി അളക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പല വിവരങ്ങളും നമുക്ക് അതിൽ നിന്നും ലഭ്യമാവുകയും ചെയ്തു. ഈ ഒരു പരീക്ഷണം, അതായത് ചന്ദ്രനിലെ സാമ്പിളുകൾ നേരിട്ട് ഭൂമിയിൽ കൊണ്ടുവന്ന് അതുകൊണ്ട് നടത്തുന്ന പരീക്ഷണങ്ങളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ പുരോഗതിക്ക് അത് എത്ര കണ്ട് പ്രയോജനപ്രദമാണ്? എന്താണ് ആ പരീക്ഷണത്തിൻ്റെ ലക്ഷ്യം അടിസ്ഥാനപരമായി? വളരെ മർമ്മപ്രധാനമായ ഒരു പരീക്ഷണമാണ് അത്. നമുക്കിപ്പോൾ തോന്നും ഒരു അഭ്യാസം കാണിക്കാനാണ് എന്ന്. വാസ്തവത്തിൽ അല്ല. കാരണം ചന്ദ്രനിൽ എങ്ങനെയിരിക്കുന്നു രാസപരമായ ഘടന എന്നുള്ളത് മർമ്മപ്രധാനമാണ് ബഹിരാകാശ ജീവിതത്തിന്റെ ഭാവിക്ക്. നമുക്ക് സൂക്ഷ്മമായിട്ടറിയാം, ഈ സൗരമണ്ഡലത്തിലോ അതിന് വെളിയിലേക്കോ പോകുന്ന ഏത് യാത്രയ്ക്കും ഇടത്താവളമായി ഉപകരിക്കാൻ പോകുന്നത് നാളെ ചന്ദ്രനാണ് എന്ന കഥ. ചന്ദ്രനിൽ നമുക്ക് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കേണ്ടി വരും, ഗ്രൗണ്ടില്. അങ്ങനെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അതിന് എന്തൊക്കെ സാമഗ്രികൾ അവിടെ നിന്ന് കിട്ടും, എന്തൊക്കെ കൊണ്ടുപോകേണ്ടി വരും, എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യേണ്ടി വരും, ആ ഭൂമിയുടെ ഉറപ്പ് എത്രയാണ്, അതിന്റെ പ്രതലത്തിന്റെ ശേഷി എത്രയാണ്, അതിലെ രാസവസ്തുക്കൾ എന്തൊക്കെയാണ്, അവിടെ വളർത്താവുന്ന ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് സമഗ്രമായ ജ്ഞാനം ആവശ്യമായിട്ട് വരും. അത് എത്ര വേഗത്തിൽ ഉണ്ടാകുന്നുവോ അത്രയുമാണ് ആ ഒരുക്കങ്ങൾക്കുള്ള നമ്മുടെ തീർച്ചയായും ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് ഈ പറയുന്ന കാര്യങ്ങള് ഭാവി എന്നതിനേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് എന്നർത്ഥം. പുറത്തു പോകുന്ന ആവശ്യങ്ങൾക്ക് വരുമ്പോൾ അതിനായി ചന്ദ്രൻ ഒരു ഇടത്താവളമായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവിടെ പണിയുന്ന സ്റ്റേഷനുകൾക്ക് ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ഉണ്ടാക്കാവുന്നത് എന്തൊക്കെയാണ്, വളർത്താവുന്നത് എന്തൊക്കെയാണ്, കൃഷി ചെയ്യാവുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നമുക്കറിയണം. അതിന്റെ ഘടന, അവിടുത്തെ കൃത്യമായ ഭൗതിക സാഹചര്യങ്ങളുടെ അളവുകൾ, അതിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ തോത്, എന്തുമാത്രം റേഡിയേഷൻ ചന്ദ്രനിൽ വരുന്നുണ്ട് ബഹിരാകാശത്ത് നിന്ന് എന്നുള്ളതിന്റെ അളവുകൾ, ഇതൊക്കെ കൃത്യമായി നമുക്ക് ആവശ്യമാണ്. അതിന് അവിടെ ഏറെക്കാലം താമസിക്കാനുള്ള യാത്രകൾ കൂടി വേണ്ടിവരും എന്നും നമുക്കറിയാം. ലോകം അതിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുങ്ങുന്നു എന്ന കാര്യം അവരങ്ങനെ പരസ്യമായിട്ട് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അവിടെയും നമ്മുടെ നാട് പുറകോട്ടായി പോകരുത്, അല്ലെങ്കിൽ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം, സഹായിക്കാൻ കഴിയണം എന്നെങ്കിലുമുള്ള ഒരു ദീർഘദൃഷ്ടി ഈ ഒരു പരിശ്രമത്തിന്റെ പുറകിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ യാത്രയുടെ ഒരു തുടക്കം അല്ലെങ്കിൽ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഗഗൻയാൻ എന്നുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു നമ്മുടെ ഉപരിതലത്തിൽ നിൽക്കക്കള്ളി നമുക്ക് ജീവപരമായി നേടാൻ കഴിഞ്ഞാൽ ചന്ദ്രനിലേക്ക് നാളെ പോകുമ്പോഴും നമുക്ക് ഉപയോഗപ്പെടുമെന്ന് മാത്രമല്ല, അവിടെയും ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചുറ്റിക്കറങ്ങി നിൽക്കാനും നിലത്തിറങ്ങി താമസിക്കാനും സാധിക്കും എന്നുള്ളതും നമുക്ക് അഭിമാനകരമായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളെ പോലെയൊക്കെ പ്രായമുള്ളവർക്കൊന്നും ചിലപ്പോൾ ഇത് കാണാനോ അനുഭവിക്കാനോ ഒന്നും യോഗം ഉണ്ടായെന്ന് വരില്ല. പക്ഷെ അതിന്റെ അർത്ഥം മനുഷ്യരാശിക്ക് ഇത് ആവശ്യമില്ല എന്നല്ലല്ലോ. അതുകൊണ്ട് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൂടി ഇന്നിന്റെ വിജയങ്ങളുടെ ഭാഗമാവുമ്പോൾ തീർച്ചയായും അതിലുള്ള ദീർഘദൃഷ്ടി നമുക്ക്
അഭിനന്ദനീയമായി കാണാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഭാരതത്തിന്, ലോകത്തിന് എല്ലാ അർത്ഥത്തിലും ഒരു നല്ല സുദിനമാണ് ഇന്ന് എന്ന പ്രസ്താവം തീർത്തും അർത്ഥവത്താണ്, തീർത്തും ന്യായീകരിക്കാവുന്നതാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതികളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ട്രൈസോണിക് വിൻഡ് ടണൽ എന്ന് പറയുന്ന സംവിധാനം. നമ്മുടെ തൊട്ടടുത്തുള്ള VSSCയിൽ തന്നെയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നത് ഏറെ കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. അതായത് 4 ഇരട്ടി, ശബ്ദത്തിൻ്റെ 4 ഇരട്ടി വേഗത്തിൽ വാതക കണികകളെ പ്രവഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ട്യൂബാണത്. ഈ ട്യൂബിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് ഇത് സംബന്ധിച്ച് അതിൻ്റെ ഗവേഷണത്തിലൂടെ ഉൾപ്പെടെ ഭാഗഭാക്കായ നാരായണ നമ്പൂതിരി സാറിനെ കൂടുതൽ പറയാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാരായണ നമ്പൂതിരി സാർ, ഇക്കാര്യത്തിൽ ഈ ട്രൈസോണിക് വിൻഡ് ടണൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് ഗവേഷണത്തിൽ? അത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? അതെ, ഞാനൊരു എയറോഡൈനാമിക് സ്പെഷ്യലിസ്റ്റ് അല്ല, എൻ്റെ ഫീൽഡ് ഏവിയോണിക്സ് ആണ്. എന്നാലും ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. വിൻഡ് ടണൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് റോക്കറ്റ് സാങ്കേതിക വിദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് ടെസ്റ്റ് ഫെസിലിറ്റിയാണ്. കാരണം ഈ റോക്കറ്റിൻ്റെ എയറോഡൈനാമിക് ക്യാരക്ടറൈസേഷൻ ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ആസ്പെക്റ്റ്. അതായത് ഈ റോക്കറ്റിൻ്റെ ഷേപ്പ്, ആ റോക്കറ്റിനകത്തുള്ള ഓരോ പ്രൊജക്ഷൻസ്, ഇതൊക്കെ ഈ ഒരു വസ്തു വെരി ഹൈ വെലോസിറ്റിയിൽ ഈ തിക്ക് അറ്റ്മോസ്ഫിയറിലൂടെ പോകുമ്പോൾ ഇതിൽ നിന്നുള്ള ഈ സ്ട്രക്ചറിന് വരുന്ന ലോഡ്സ് എന്തൊക്കെയാണ്, എന്തുമാത്രം ഫോഴ്സ് ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരും. അതുപോലെ ഈ ഹൈ ഫ്ലോ ആയിട്ടുള്ള എയറിലൂടെ ഇത് ഈ റിലേറ്റീവ് വെലോസിറ്റി വരുമ്പോൾ ഈ എയറോഡൈനാമിക് ഇംപിഞ്ച്മെൻറ്റ് എന്ന് പറയും. ഈ എയറോഡൈനാമിക് എയറിൻ്റെ ഹൈ പ്രഷർ എയർ ഫ്ലോ ചെയ്യുന്നത് ഈ റോക്കറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയാണ് പതിക്കുന്നത്, അതുമൂലം ഈ റോക്കറ്റിൻ്റെ സ്ട്രക്ചറിന് എന്തുമാത്രം ലോഡ് വരുന്നു, അത് ഈ റോക്കറ്റിന് ഡാമേജിങ് ഇഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡീസിനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ വിൻഡ് ടണൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇത് റോക്കറ്റ് ടെക്നോളജിക്കും മിസൈൽ ടെക്നോളജിക്കും വളരെ അത്യാവശ്യമായ ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും ഈ വിൻഡ് ടണൽ ഫെസിലിറ്റി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൽ നാഷണൽ എയറോനോട്ടിക്കൽ ലാബറട്ടറി NAL ഉള്ളത് വളരെ പണ്ട് തൊട്ടേ. പലപ്പോഴും പല പ്രോജക്റ്റുകൾക്കും വേണ്ടി ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്, അവർക്ക് ഈ വിൻഡ് ടണൽ ഫെസിലിറ്റി ഒന്ന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയധികം ഡിമാൻഡുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇന്നിപ്പോൾ ഇവിടെ VSSCയിൽ ഇൻഡിജിനസ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ടു ട്രൈസോണിക് വിൻഡ് ടണൽ ഫെസിലിറ്റി. അതായത് ഡിഫറെൻറ്റ് മാക് നമ്പർ, ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ റോക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനെ ക്യാരക്ടറൈസ് ചെയ്യാൻ, അതിൽ വരുന്ന സ്ട്രക്ചറൽ ലോഡ്സ് എന്താണ്, ഇതെല്ലാം സ്റ്റഡി ചെയ്യാൻ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റോക്കറ്റിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ മോഡൽ, വിൻഡ് ടണൽ മോഡൽ എന്ന് പറയും. ഈ വിൻഡ് ടണൽ മോഡൽ നമ്മൾ ഈ വിൻഡ് ടണലിലേക്ക് നമ്മൾ ഇൻസർട്ട് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഈ റോക്കറ്റ് വെരി ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതിന് അത് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെരി ഹൈ വെലോസിറ്റിയിലുള്ള എയർ അതിൽ പമ്പ് ചെയ്തിട്ട് ഈ ഈക്വലൻറ്റ് ലോഡ്സും ഈക്വലൻറ്റ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയും. ഈ എയറോഡൈനാമിക് എക്സ്പേർട്സിന് അറിയാം. അപ്പോൾ ആ റെയ്നോൾഡ്സ് നമ്പർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസിക്കലി സ്കെയിൽഡ് അപ്പ് ആയിട്ടുള്ള റോക്കറ്റിൽ വരുന്ന അതേ ക്യാരക്ടറൈസേഷൻ തന്നെ ഈ സ്കെയിൽ ഡൗൺ മോഡലിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ വൈറ്റലായിട്ടുള്ള ഒരു ടെസ്റ്റ് ഫെസിലിറ്റിയാണ് ഇന്നിപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിനിപ്പോൾ എല്ലാ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓൾ മിഷൻസ് ഇത് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ഹൈപ്പർസോണിക് വിൻഡ് ടണൽ ഫെസിലിറ്റി ആൾറെഡി ഉണ്ട്. അത് വെരി ഹൈ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന സ്ട്രക്ചറൽ ലോഡ്സ് എന്താണ്, എയറോഡൈനാമിക് ക്യാരക്ടറൈസേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഈ എയറോഡൈനാമിക് ക്യാരക്ടറൈസേഷൻ അനുസരിച്ചിട്ടാണ് ഈ റോക്കറ്റിൻ്റെ ബേസിക്കലി ദി കൺട്രോൾ ഗൈഡൻസ് അൽഗോരിതം, കൺട്രോൾ സ്ട്രാറ്റജി, കൺട്രോൾ ലോ എന്നിവയൊക്കെ ഇവോൾവ് ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. അപ്പോൾ നാച്ചുറലി നൗ ദർ വിൽ not be much queue at NAL facility, so many things can be done here in VSSC itself, because this is required for both for
rocket technology as well as for missile technology. So DRDO also need this facility. So the increasing demand with respect to internal characterization is taken care by establishing this type of ground facility. തീർച്ചയായും സാർ, സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ളൊരു സമയമായി. എന്തു തന്നെയായാലും വളരെ വാല്യുബിളായ ഒരു ഇൻഫർമേഷനാണ് താങ്കൾ നൽകിക്കൊണ്ടിരുന്നത്. തുടർന്നും നമുക്ക് ഇനിയും അത്തരം വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. എന്തു തന്നെയായാലും സ്പെഷ്യൽ ഡിബേറ്റ് അവസാനിക്കുകയാണ്. സ്പെഷ്യൽ ഡിബേറ്റിൽ പങ്കെടുത്ത ഡോക്ടർ നമ്പി നാരായണൻ, അതുപോലെ തന്നെ സി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അസോസിയേറ്റ് ഡയറക്ടർ VSSE ശ്രീ നാരായണൻ നമ്പൂതിരി എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഇനി തുടർന്നും അടുത്ത ചർച്ചകളിലേക്ക് നീങ്ങാം. നന്ദി, നമസ്കാരം.